കണ്ടോ? അപ്പോൾ ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരി. ഇവിടെ നോക്കി, ലിയുൻദിറ മൻ കാന ഹയ്യൻ, ജീവനുള്ളവന് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയതാണ്. അപ്പോൾ വയഹിഖൽ ഖൗലു അലൽ മയ്യീത്തി എന്നല്ലേ പറയുന്നത്, ജീവനില്ലാത്തവർക്ക് വചനം പുലരുന്നതിന് വേണ്ടി അല്ലേ? ഇവിടെ ഹയ്യുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയതാകുമ്പോൾ എന്ത് വേണം? വചനം മയ്യീത്തായവർക്ക് സ്ഥിരപ്പെടുന്നതിന് വേണ്ടി, സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി എന്നല്ല പറയേണ്ടത്. പക്ഷെ അതിന് പകരം എന്താ പറഞ്ഞത്? മയ്യത്തീൻ എന്നുള്ളതിന് പകരം എന്താ പറഞ്ഞത്? കാഫിരീൻ എന്ന് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ ഉപകാരപ്പെടുന്നവർ ഹയ്യാണ്, വിശുദ്ധ ഖുർആൻ ഉപകാരപ്പെടാത്തവരെന്നാണ്? മയ്യത്താണ്. ആ മയ്യത്തായവരാരാണ്? അവിശ്വാസികളായിട്ടുള്ള നന്ദി കെട്ടവരാണ് എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കണം. അല്ലാഹു മയ്യത്തീൻ എന്ന് പറയാതെ അൽ കാഫിരീൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടും എന്താണ്? തുല്യമാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉപകാരം കിട്ടാത്തവർ മയ്യത്തുമാണ്, ഒപ്പം കുഫറാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വിഷയം. നമ്മൾ വിശുദ്ധ ഖുർആൻ ലിയുൻദിറ മൻ കാന ഹയ്യൻ എന്നാണ്, ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി എന്നുള്ളതാണ്. ഈ വചനമുള്ള സൂറത്ത് യാസീൻ ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ ഓതലെവിടെയാണ്? മയ്യത്തിന് മുന്നിലാണ്. മയ്യത്തിന് മുന്നിൽ വെച്ചിട്ടാണ് ഇത് ഓതുക. ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലൽ കാഫിരീൻ എന്നുള്ളത് ഇത് ഓതുന്നത്. മരിച്ചോളം ഖുർആൻ ഓതി പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിക്കുക എന്നുള്ളതില്ല. വിശുദ്ധ ഖുർആൻ അതൊരു മൂലൊക്കെ ഉണ്ടാവും. റമദാൻ മാസമായിട്ടുണ്ടെങ്കിൽ ഒന്നെടുത്ത് പൊടി കെട്ടിയിട്ട് ഓതും, പിന്നെ അത് കൊണ്ടും മടക്കി അവിടെ വെക്കും. എപ്പോഴെങ്കിലും ഒരു മുസാഫ് എടുക്കും. സജീവം ഇന്ന് പല വീടുകളിൽ എന്താണ്? അടിക്കടി ഈ മൗലൂദുകളാണ്, അല്ലെങ്കിൽ കുത്തുബിയത്താണ്, അല്ലെങ്കിൽ റാത്തീബുകളാണ്, അല്ലെങ്കിൽ മറ്റ് പല പേരുകളിലുള്ള സലാത്തുകളാണ്. ഇതൊക്കെ തകൃതിയായിട്ട് അതിൻ്റെ ഈ വിഷയത്തിൽ നടക്കും. എന്നാൽ വിശുദ്ധ ഖുർആൻ പഠനം എന്ന പരിപാടി അത് പല വീടുകളിലും ഇല്ല. വിശുദ്ധ ഖുർആൻ പഠനം ഇപ്പോഴും തർക്കം നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ പരിഭാഷ പറ്റുമോ ഇല്ലേ, തർജ്ജമ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കിതാബ് ഈ ആളുകൾക്കൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന ഗ്രന്ഥാവുക? അല്ലാഹുൽ മുസ്തആൻ. കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ ആമിലത് ഐദീന അൻആമൻ ഫഹും ലഹാ മാലികൂൻ. അവലം യറൗ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അവലം യറൗ. എന്താ അവലം യറൗ? അവർ കണ്ടില്ലേ, അല്ലെങ്കിൽ അവർ അറിഞ്ഞില്ലേ? അവലം യറൗ എന്നുള്ളത് ചോദ്യം ഉന്നയിക്കാനാണ്. ഈ ഹംസത്തുൽ ഇസ്തിഫാം എന്ന് പറയും, വാവുൽ ആതിഫ എന്ന് പറയും, ലം ലിന്നഫി എന്ന് പറയും. ഇതിനൊക്കെ ഓരോ പേരുകളും അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട് വ്യാകരണത്തിൽ. നമ്മൾ വ്യാകരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകെ നമ്മൾ പ്രയാസപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഉദ്ദേശാർത്ഥം പറയുന്നത്. അവലം യറൗ, അവർ കണ്ടില്ലേ, അല്ലെങ്കിൽ അവരറിഞ്ഞില്ലേ? എന്നുള്ള ചോദ്യം തന്നെ എന്തിനാണെന്നറിയോ? ഇഖ്റാറിനാണ്. അവരറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതിനാണ്. അവരറിഞ്ഞിട്ടുണ്ട്, അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാനാണ് ഈ ചോദ്യം. ഇഖ്റാറിന് വേണ്ടി, തഖ്രീറിന് വേണ്ടി എന്നാണ്. പക്ഷെ അറബിയിലൊരു ശൈലിയാണത്, ചോദ്യരൂപത്തിൽ വിഷയങ്ങളെ സ്ഥിരീകരിക്കുക എന്നുള്ളത്. യറൗ എന്ന് പറഞ്ഞാൽ എന്താ? യറൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കാഴ്ച കൽബ് കൊണ്ടുണ്ട്, റുഅ്യ കൽബിയ, കാഴ്ച ബസറു കൊണ്ടുണ്ട്, ദൃഷ്ടി കൊണ്ട്. ബസറു കൊണ്ടുള്ള കാഴ്ചയാകുമ്പോൾ നമ്മൾ കാഴ്ച എന്ന് പറയും. കൽബ് കൊണ്ടുള്ള കാഴ്ചയാകുമ്പോൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് പറയും. തനഹ ഹത്ത ഉരിയക് എന്നൊരു ഹദീസിൽ കാണാം. തനഹ ഹത്ത ഉരിയക്. നിസ്ലാസം മതങ്ങൾ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ആടിനെ അറക്കുന്ന ഒരു വ്യക്തി തോല് കീച്ചാണ്, ആടിനെ കെട്ടി തൂക്കിയിട്ട് തോല് കീച്ചാണ്. അപ്പോൾ അയാൾക്ക് നേരിട്ട് അറിയില്ല തോല് കീച്ചാൻ, ആടിൻ്റെ തോല് കീച്ചാൻ അറിയില്ല. അയാൾ ഇങ്ങനെ മൂപ്പരിങ്ങനെ പാടുപെടുകയാണ് ആടിനെ കെട്ടി തൂക്കിയിട്ട് തോല് കീച്ചാൻ. അപ്പോൾ നിസ്ലാസം മതങ്ങൾ അയാളോട് പറയാണ്, തനഹ മാറിക്ക്, ഹത്ത ഉരിയക്. ഹത്ത ഉരിയക് എന്ന് പറഞ്ഞാൽ ഹത്ത വല്ലിമക്ക്, ഞാൻ നിന്നെ പഠിപ്പിക്കാമെന്നാണ്, ഞാൻ കാണിച്ചു തരാമെന്നല്ല, പിന്നെ ഞാൻ നിന്നെ പഠിപ്പിക്കാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എന്ത് ചെയ്തു എന്നാണ്, ആ ആടിനെ കെട്ടി തൂക്കിയിട്ടുണ്ടല്ലോ അതിലേക്ക് കൈയിട്ട് എന്നാണ്, അതിൻ്റെ തോലിൻ്റെ അടി കൂടി കൈയിട്ട് റസൂലുള്ളാഹിൻ്റെ ഈ ഇബുത്ത് വരെ, കക്ഷം വരെ കൈ പ്രവേശിപ്പിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്താണ്, തോല് വിടർത്തി എന്നാണ്. എന്നിട്ട് ഇങ്ങനെ കീച്ചാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നാണ്. അവിടെ
തനഹ മാറി നിൽക്ക് ഹത്ത ഉരിയക്ക എന്നാണ് ഹത്ത ഉഅല്ലിമക്ക് ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്നാണ്. അതാണ്. അതേപോലെ തന്നെ ഇവിടെ അവലം യറവ് എന്ന് പറഞ്ഞാൽ അവർ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കണ്ടില്ലേ എന്ന് പറഞ്ഞെങ്കിൽ കൽബുകൊണ്ടില്ലേ പറഞ്ഞാൽ അവരറിഞ്ഞില്ലേ, മനസ്സിലാക്കിയില്ലേ, അല്ലെങ്കിലോ അവർ കണ്ണുകൊണ്ട് കണ്ടില്ലേ എന്നുള്ള അർത്ഥവും അവിടെ ഉദ്ദേശമാണ്. അവലം യറവ് എന്ത് അന്ന തീർച്ചയായും നാം ഖലഖിന നാം സൃഷ്ടിച്ചു, ഖലഖിന നാം സൃഷ്ടിച്ചു, ലഹും അവർക്ക് സൃഷ്ടിച്ചു, മിമ്മ അമിലത് ഐദീന, മിമ്മ അമിലത് ഐദീന നമ്മളുടെ കരങ്ങൾ ചെയ്തതിൽ നിന്ന്, പ്രവർത്തിച്ചതിൽ നിന്ന്. മാ അമിലത്ത് എന്ന് പറഞ്ഞാൽ മസ്തറിൻ്റെ അർത്ഥത്തിലാണ്. അമലി ഐദീന എന്നുള്ള അർത്ഥത്തിൽ, അമൽ ഐദീന, മിൻ അമലി ഐദീന എന്നർത്ഥം. നമ്മളുടെ കൈകൾ പ്രവർത്തിച്ചതിൽ നിന്ന് അവർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചത് അവർ അറിഞ്ഞില്ലേ, മനസ്സിലാക്കിയില്ലേ, കണ്ടില്ലേ എന്നാണ് ചോദ്യം. നമ്മൾ പ്രവർത്തിച്ചത് ചെയ്തത് എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൈകൾ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ അള്ളാഹിൻ്റെ കൈകൾ എന്നുള്ളതുണ്ടല്ലോ, ഐദി, നമുക്ക് കുറച്ച് പറയേണ്ട ഒരു വിഷയമാണ്. അതായത് അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും അവർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചത് അവരറിഞ്ഞില്ലേ, കണ്ടില്ലേ. മിമ്മ അമിലത് ഐദീന നമ്മളുടെ കൈ പ്രവർത്തിച്ചതിൽ നിന്ന് അവർക്ക് വേണ്ടി നാം എന്താണ് പഠിച്ചത്? അൻആമൻ, അനാമൻ എന്ന് പറഞ്ഞാൽ കാലികളെയാണ്. ഈ അനാം എന്ന് പറഞ്ഞാൽ കാലികൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? കാലികൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വർഗം, ആട്, മാട്, ഒട്ടകം. അതാണ് അനാം കൊണ്ട് ഉദ്ദേശം. ഇതുകൊണ്ട് ആരെയാണ് അഭിസംബോധന ചെയ്യണത്? ഈ നിഷേധികളാണ് അഭിസംബോധന ചെയ്യുന്നത്. അള്ളാഹു അവർക്ക് അവിടെ കൃഷി കുറേ ഉണ്ടാക്കിയിട്ടില്ല, മക്കയിൽ കൃഷിയില്ല, പിന്നെ അവിടെ ഫാക്ടറികളും ഇല്ല, ധാന്യവിളകളോ നാണ്യവിളകളോ ഒന്നും മക്കത്തില്ല. ഇതുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന പ്രഥമ വിഭാഗത്തെക്കുറിച്ചാണ് പറയണത്. അവർക്ക് അവിടെ എന്തേ ഉള്ളതെന്ന്? ആടുകളുണ്ട്, മാടുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ചാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഇതുകൊണ്ടാണ് അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും മിമ്മ അമിലത് ഐദീന അൻആമൻ ഫഹും ലഹാ മാലികൂൻ. ഫഹും അതിനാൽ, ഹും അവർ, ലഹ ഈ അൻആമിനെ, മാലികൂൻ ഉടമപ്പെടുത്തുന്നവരാകുന്നു. മാലികൂൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻആമിനെ അവർ ഉടമപ്പെടുത്തുന്നവരാകുന്നു എന്ന് പറഞ്ഞെങ്കിൽ അത് എന്താണ്? അവർക്ക് അൻആമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ചിലർക്ക് ശരിയാണ് കൃഷി ഉണ്ടായിരുന്നു, അതൊക്കെ മക്കത്തല്ല, പിന്നെയോ അത് മാറി തായിഫിലുണ്ടായിരുന്നു തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ. അതേസമയം അവിടുത്തെ ഭൂരിപക്ഷ ആളുകൾക്കും ഒന്നുകിൽ ആട് അല്ലെങ്കിൽ മാട്, ഒട്ടകങ്ങൾ, ഇതൊക്കെയാണ് അവിടുത്തെ അവർക്ക് ഉടമപ്പെടുത്തിയിരുന്ന അവരുടെ സമ്പാദ്യങ്ങൾ. തയ്യിബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് അവരറിയുന്നില്ലേ എന്ന് ചോദിക്കണം. അവർക്കറിയാം, അള്ളാഹു ആണ് അവർക്ക് ഇതൊക്കെ പഠിച്ചു കൊടുത്തത് അവർക്ക് ഉടമപ്പെടുത്താൻ എന്നുള്ളത്. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്? അള്ളാഹിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യാണ്. മരിച്ചവരെ ജീവിപ്പിക്കാൻ, മരിച്ചവരെ പുനഃസൃഷ്ടി നടത്താൻ, വിചാരണ നടത്താൻ അള്ളാഹ്ക്ക് കഴിയില്ല എന്നവർ ജൽപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ട് അവരെ ഉണർത്തണം, അള്ളാഹിൻ്റെ കഴിവ് എത്രയെന്നുള്ളത് ഉണർത്തണം.